കരാർ മേഖല സ്തംഭനാവസ്ഥയിൽ. അതിഥി തൊഴിലാളികളില്ലാത്തതും സിമന്റ്, ടാർ എന്നിവയുടെ വില വർധനവും കാരണമാണ് നിർമ്മാണ മേഖല സ്തംഭിച്ചിരിക്കുന്നത്. ഇത് കരാർ തൊഴിലാളികളുടെ ജീവിതത്തെ തന്നെയാണ് ബാധിച്ചിരിക്കുന്നത്. നിർമ്മാണ മേഖല നിലച്ച അവസ്ഥയാണിപ്പോൾ. അതിഥി തൊഴിലാളികൾ കൂട്ടത്തോടെ വോട്ട് ചെയ്യാൻ പോയതാണ് വലിയ പ്രശ്നം. അതോടൊപ്പം തന്നെ ടാറിനും സിമന്റിനും വലിയ രീതിയിലുള്ള വിലക്കയറ്റമാണ് ഉണ്ടായത്. ജനുവരിയിൽ ഒരു ടൺ ടാറിന് 45,000 രൂപയായിരുന്നു. ഇപ്പോൾ അത് 95,000 രൂപയായി വർദ്ധിച്ചു. ഒരു ടൺ സിമന്റിന് 33,000 രൂപയിൽ നിന്ന് 37,000 രൂപ വരെയായി. ചെങ്കലിനും വില വർദ്ധിച്ചിട്ടുണ്ട്. ഇത് നിർമ്മാണ മേഖലയിലെ പ്രവർത്തനത്തെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടെന്ന് കരാറുകാരനായ സഹദേവൻ പറഞ്ഞു. ടാറിന് ഇപ്പം നേരെ ഇരട്ടി, അതായത് നമ്മൾ ടെൻഡർ കോട്ട് ചെയ്യുമ്പോൾ ഉള്ളതിൻ്റെ ഇരട്ടി എമൗണ്ടായി മാറി. ഉദ്ദേശം 15,000 രൂപ പെർ ബാരൽ ആയിട്ടുണ്ട്. പിന്നെ കൂടാതെ തൊഴിലാളികൾ എല്ലാം നാട്ടിൽ പോയിട്ട് ആരും തിരികെ വന്നിട്ടില്ല. അതുപോലെ സിമെൻറ്റ്, കമ്പി, മറ്റ് എല്ലാ മെറ്റീരിയലിനും നമ്മൾ ടെൻഡർ ചെയ്യുമ്പോൾ ഉള്ള ഇതിനേക്കാളും ഏകദേശം ഒരു 40-50% റേറ്റ് കൂടിയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുത്ത ഒരു പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും തോന്നുന്ന സ്ഥിതിയിലാണുള്ളത്. പ്രവൃത്തിനെ 100% ബാധിച്ചു. ഒരു കാരണവശാലും ഇനി അങ്ങ് മുന്നോട്ട് പോകാൻ കഴിയും തോന്നുന്നില്ല. അത്രക്കും പ്രയാസത്തിലുള്ളത്. സർക്കാരിന്റെ റോഡ് പദ്ധതികൾ ഇപ്പോൾ താളം തെറ്റിയ അവസ്ഥയാണെന്ന് കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി അജിത്ത് പറഞ്ഞു. കരാർ ഏറ്റെടുത്തു ചെയ്യുന്ന കരാറുകാർക്കാണ് ഇത് വലിയ രീതിയിൽ ബാധിച്ചിരിക്കുന്നത്. ഒരു വർഷം മുമ്പ് കരാറെടുത്ത പദ്ധതികളുടെ കരാർ തുക 10 മടങ്ങ് വർദ്ധിച്ച അവസ്ഥയാണ്. ഇത് കരാറുകാരുടെ ജീവിതത്തെ തന്നെ സാരമായി ബാധിച്ചിട്ടുണ്ട്. എത്രയും വേഗം പരിഹാരം കാണണമെന്നാണ് കരാറുകാരുടെ ആവശ്യം. ന്യൂസ് സൈറ്റ് കൂത്തുപറമ്പ്. നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ടണൽ ആഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.